ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് മാറ്റങ്ങൾ ഉണ്ടാക്കുക, ശക്തമായ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മനോഭാവമാണ്. അയാൾ സമൂഹത്തിൽ കാണിക്കുന്ന അയാളുടെ മനോഭാവം, അയാൾ എങ്ങനെയാണ് അയാളുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും ഒക്കെ ഒതുക്കിക്കൊണ്ട് സമൂഹത്തിൽ അയാൾ കാണിക്കുന്ന അയാളുടെ മനോഭാവത്തെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഒരു ആറ്റിറ്റ്യൂഡ് ഒരു വിജയത്തിൻ്റെ ഏറ്റവും വലിയ ചവിട്ടുപടിയാണ്. കാരണം വിജയിക്കുന്നവരുടെ ആറ്റിറ്റ്യൂഡ് ഫോളോ ചെയ്യാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. കാരണം അവരുടെ ജീവിത സാഹചര്യങ്ങളും സാമൂഹിക സാഹചര്യങ്ങളും അനുസരിച്ചിട്ടാണ് ഒരു മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡ് രൂപീകരിക്കപ്പെടുന്നത്. ആറ്റിറ്റ്യൂഡിലൂടെ ഒരു മനുഷ്യൻ അയാളുടെ ഇമോഷൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഒരു മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഭയം, ആനന്ദം, പേടി പോലുള്ള, ഭയവും പേടിയും ഒന്ന് തന്നെയാണ്, അതുപോലുള്ള വികാരങ്ങളെ എങ്ങനെ, സന്തോഷം എന്നിവയെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നതിലൂടെയാണ് അയാളുടെ ആറ്റിറ്റ്യൂഡ് രൂപപ്പെടുന്നത്. ആറ്റിറ്റ്യൂഡ് രൂപപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ അയാളുടെ സാഹചര്യങ്ങൾ തന്നെയാണ്. ഓരോ സാഹചര്യങ്ങളെയും ഓരോ വ്യക്തികൾ എങ്ങനെ നേരിടുന്നു എന്നതിന് അനുസരിച്ചിരിക്കും അവരുടെ ആറ്റിറ്റ്യൂഡ്. ചിലർക്ക് ചില കാര്യങ്ങൾ പേടിയുണ്ടാവും, അത് അവരുടെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. ചിലർക്ക് ചില ജീവികളെ പേടിയായിരിക്കും, പോലത്തെ പേടികൾ കൂട്ടറുണ്ടാവും. ചില കൂട്ടർക്ക് അതൊന്നും ഒരു പേടിയേ അല്ല, അതൊരു വിഷയമേ അല്ല എന്നുള്ളത് കൂട്ടറുണ്ടാവും. ചില കൂട്ടർക്ക് ചില ഫോബിയസ്, അതായത് സോഷ്യൽ ആങ്സൈറ്റി പോലുള്ള ചില ഘടകങ്ങളുണ്ടാവും. അതും അവരുടെ ആറ്റിറ്റ്യൂഡ് രൂപീകരിക്കുന്ന ഘടകങ്ങളെല്ലാം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ സാഹചര്യങ്ങൾ മാത്രമല്ല, അയാളുടെ വിദ്യാഭ്യാസം, അതായത് അദ്ദേഹത്തിൻ്റെ അറിവുകൾ, അദ്ദേഹത്തിൻ്റെ ലൈഫ് എക്സ്പീരിയൻസ്, അദ്ദേഹം കടന്നുപോയ പ്രതിസന്ധിയിലൂടെയാണ് ഒരു മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡ് ഏറ്റവും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. പിന്നെ വിദ്യാഭ്യാസത്തിലൂടെ കൂടുതൽ അറിവുകൾ നേടുന്നു, അതിനനുസരിച്ച് മെച്യൂരിറ്റി അവർക്ക് കൈക്കൊള്ളാൻ പറ്റും. പക്ഷേ എല്ലാ വിദ്യാഭ്യാസമുള്ള കൂട്ടർക്കും മെച്യൂരിറ്റി ഉണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം മെച്യൂരിറ്റി ഇല്ലാത്ത കൂട്ടരോട് പഠിച്ചതെന്നുകൊണ്ട് മാത്രം മെച്യൂരിറ്റി ഇല്ല. പക്ഷേ എങ്ങനെ പഠിക്കുന്നു എന്നനുസരിച്ചിട്ടാണ്. കാരണം സിലബസുകൾ മാത്രം പഠിക്കാതെ ഔട്ട് ഓഫ് സിലബസുകൾ പോയി ഓഫ് ദ ബോക്സ് പോയിട്ട് റെക്കോർഡുകൾ സൃഷ്ടിച്ച ഒരുപാട് ആളുകളുണ്ട്. കാരണം ഒരു പെട്ടിക്കകത്ത് അടച്ചു വെക്കപ്പെടുന്ന ഒരു സ്വഭാവമല്ല ഒരു മനുഷ്യനുള്ളത്. കാരണം ഫ്രീഡത്തിന് വേണ്ടി എപ്പോഴും പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. എത്രത്തോളം സ്വാതന്ത്ര്യം കിട്ടുമോ അത്രത്തോളം കൂടുതൽ നേടാൻ ആഗ്രഹിക്കുന്നു. ഫ്രീഡം മാത്രമാണ് മനുഷ്യൻ്റെ ഇത്. അത് പഴയ കാലങ്ങളിലെ ഫ്രീഡം, എങ്ങനെ മനുഷ്യൻ ഈ ഫ്രീഡവുമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് വന്നു എന്നതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിലൂടെ സംസാരിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ക്ഷമയോടെ ആരെയും കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ഫ്രം മല്ലു മോട്ടിവേറ്റർ, സൈനിങ് ഔട്ട്.